Hello friends, welcome to another video. So ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സെൻട്രൽ പിവറ്റ് റേഞ്ചിന്റെ വിഡ്ത്തിനെ കുറിച്ചാണ്. ആക്ച്വലി ഇതെന്ന് പറയുന്നത് ഒരു സെൻട്രൽ പിവറ്റ് റേഞ്ചിന്റെ പ്ലേലിസ്റ്റ് ആണ്. ഈ പ്ലേലിസ്റ്റ് ഞാൻ സെൻട്രൽ പിവറ്റ് റേഞ്ചിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതിന്റെ മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക. എന്നാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സെൻട്രൽ പിവറ്റ് റേഞ്ച് എന്താണെന്ന് ഞാൻ പോയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു 3 ലൈനിന്റെ ഈ ഒരു റേഞ്ചിനെയാണ് നമ്മൾ സെൻട്രൽ പിവറ്റ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രൽ പിവറ്റ് റേഞ്ചിന്റെ ആ ഒരു വിഡ്ത്ത് ഇതേപോലെ വൈഡ് ആണെന്നുണ്ടെങ്കിൽ അന്നത്തെ ഡേ മോസ്റ്റ്ലി സൈഡ് വേസ് ഡേ ആയിരിക്കും. പക്ഷേ സെൻട്രൽ പിവറ്റ് റേഞ്ച് ഇതേപോലെ നാരോ ആണെന്നുണ്ടെങ്കിൽ അന്നത്തെ ഡേ ട്രെൻഡിങ് ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെയും കൊടുത്തിട്ടുള്ള. വൈഡ് ആണെന്നുണ്ടെങ്കിൽ സൈഡ് വേസ് ആയിരിക്കും, നാരോ ആണെന്നുണ്ടെങ്കിൽ ട്രെൻഡിങ് ആയിരിക്കും. സോ ഈ ഒരു കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇനി ചാർട്ടിൽ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ട്രേഡിംഗ് വ്യൂയിൽ ഓൾറെഡി CPR ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ട്രേഡിംഗ് വ്യൂയിൽ. അപ്പോൾ സൺഫാമിന്റെ ഈ ഒരു ചാർട്ടാണ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു CPR എന്ന് പറയുന്നത് നാരോ ആണ്. ഈ ഒരു CPR നാരോ ആണ്. സോ അന്നത്തെ ഡേ അതൊരു ട്രെൻഡിങ് ഡേ ആയിരുന്നു. പക്ഷെ അതേ സമയത്ത് ഇവിടെ നിങ്ങൾ നോക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു CPR ഭയങ്കര വൈഡ് ആണ്. സോ ഈ ഒരു ഡേ എന്ന് പറയുന്നത് ഒരു സൈഡ് വേസ് ഡേ ആയിപ്പോയി. ഇവിടെ വലിയ രീതിക്കുള്ള ഒരു മൂവ്മെന്റ് ഇവിടെ ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു CPR നല്ല രീതിക്ക് നാരോ ആണ്. അതേപോലെ തന്നെ ആ ഒരു ഡേയിൽ നല്ലൊരു ട്രെൻഡിങ് ഡേ ആയിരുന്നു. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു വൈഡ് CPR ആണ്. സോ സൈഡ് വേസ് ആയി. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു നാരോ CPR ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. സോ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡേ ആ ഒരു CPR വൈഡ് ആണെന്നുണ്ടെങ്കിൽ സൈഡ് വേസ് ഡേ ആണുള്ള ചാൻസ് ആണ് കൂടുതൽ. ആ ഒരു CPR നാരോ ആണെന്നുണ്ടെങ്കിൽ അന്നത്തെ ഡേ ട്രെൻഡിങ് ഡേ ആണുള്ള ചാൻസ് ആണ് കൂടുതൽ. സോ അത്രയും കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഈ ഒരു 2 ഡേയ്സിന്റെ റിലേഷൻഷിപ്പാണ് ഞാൻ പറയുന്നത്. ഈ ഒരു CPRും ഈ ഒരു CPR നമുക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ ഒരു ഡേന്റെ മൂവ്മെന്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക, ഇൻട്രാഡേ മൂവ്മെന്റ് നമുക്ക് എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ പറയാൻ പോകുന്നത്. സോ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയുന്നുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.